ഹായ്, ഞാനിപ്പോൾ ഉള്ളത് സൈലന്റ് വാലിയിലെ ഓർഗാനിക് പ്രോഡക്റ്റുകളുള്ള ഒരു ഷോപ്പിലാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്, ഹെൽത്തി ആയിട്ടും അതുപോലെ ഫുഡ് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇവരെ കുറേ പ്രോഡക്റ്റുകൾ കണ്ടപ്പം യൂസ്ഫുൾ ആവും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഷുഗറിനുള്ളത് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ കണ്ടപ്പോഴാണ് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. ഇത് അട്ടപ്പാടി ടൗണിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇവിടുത്തെ പ്രോഡക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് വരുന്ന പ്രോഡക്റ്റുകളാണ്. എന്തായാലും ഞാൻ ഈ ഒരു പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇത് ഷുഗറിനുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ ഷോപ്പിലുള്ള ആൾക്ക് ചോദിക്കാം. ഇത് എന്താണ് ഇതിൻ്റെ യൂസേജ്? അത് ചക്കരക്കൊല്ലി പറഞ്ഞ പൗഡറാണത്. ഷുഗർ പേഷ്യൻസിന് നല്ലതാണ്, ഷുഗർ കൺട്രോൾ ആവാനുള്ളതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ ഇട്ട് നന്നാക്കി തിളപ്പിച്ചിട്ട് സാധാരണ നമ്മൾ നോർമൽ വെള്ളം കുടിക്കുന്ന വ്യക്തികളിൽ ഷുഗർ ഉള്ളവർ ഈ വെള്ളം കുടിച്ചാൽ മതി, ഷുഗർ കൺട്രോൾ ആവും. അപ്പോൾ കുടിക്കുന്നതിന് മുന്നേ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വെയിറ്റ് ലോസിനുള്ള പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞത്, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഇത് വെയിറ്റ് ലോസ് ലേഹ്യമാണ് വരുന്നത്. ദശമൂല, അഭയ, ത്രിക്കട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ ചേർത്തിട്ട് ലേഹ്യമായിട്ട് തയ്യാറാക്കിയതാണ്. രാത്രി 1 സ്പൂണ് കഴിക്കാം. അതിന് പുറകെ ചുടുവെള്ളം, ഏത് വെള്ളമാണോ നിങ്ങൾ കുടിക്കുന്നത് ആ വെള്ളം കുടിക്കുക. പിന്നെ അതിൻ്റെ തന്നെ ചിയാ സീഡ് വരുന്നുണ്ട്. ഇത് തലേന്ന് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി ഇട്ടതിന് ശേഷം രാവിലെ കഴിച്ചാൽ മതി. അത് വെറും വയറ്റിൽ കുടിക്കണം. വെയിറ്റ് ലോസ് ഇത് ഇരട്ടിമധുരമാണ് വരുന്നത്. സൗണ്ടിന് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ, തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പാലിലോ അല്ലെങ്കിൽ തേനിലോ 1 സ്പൂൺ ഇട്ടിട്ട് നന്നാക്കി കലക്കിയിട്ട് കുടിക്കാനുള്ളത്. ഒരു നേരമാണ് കഴിക്കേണ്ടത്? രാവിലെയും രാത്രിയായിട്ട് കഴിച്ചാൽ മതി. പാട്ടുകാരൊക്കെ യൂസ് ചെയ്യുന്നത്? പാട്ടുകാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ വേറൊരു പ്രോഡക്റ്റ് ഗ്യാസ് എക്സ് പൗഡർ ആണത്. ഇതും അതേപോലെ തന്നെ പാലിലോ അല്ലെങ്കിൽ തേനിലോ ഇതാക്കിയിട്ട് കഴിച്ചാൽ മതി. പിന്നെ അതിൻ്റെ തന്നെ ഒരു സിറപ്പും വരുന്നുണ്ട്. ഇനി പൗഡർ കഴിക്കാൻ പ്രശ്നമുള്ളവർക്ക് 1 സ്പൂൺ വെച്ചിട്ട് കുടിച്ചാൽ മതി. ഇത് സിറപ്പാണത്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് പീരിയഡ്സ് ആവുമ്പോൾ പെയിൻ, ഇപ്പം എല്ലാ ആളുകൾക്കും പീരിയഡ്സ് ആവുമ്പോൾ പെയിന് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ടല്ലേ, ചെറിയ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഓവർ ബ്ലീഡിങ് വരുന്നവർക്ക്, പിന്നെ ഈ ചെറിയ കുട്ടികൾ പാൽ കുടിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാൽ വർധനവിന് എല്ലാത്തിനും നല്ലതാണ് ഇത്. പിന്നെ ഈ ചെറിയ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ്. 1 സ്പൂൺ വെച്ചിട്ട് പാലിൽ അല്ലെങ്കിൽ തേനിൽ കലക്കിയിട്ട് അങ്ങനെ കഴിച്ചാൽ മതി. ഇത് ഫുഡ് ക്ലിയർ വരുന്നുണ്ട്. അത് കാലിൻ്റെ ബാക്കിലുള്ള വിണ്ടുകീറലിന് തേക്കാനുള്ളതാണ്. ഇപ്പോൾ രാത്രി നമ്മൾ തേച്ചിട്ട് അങ്ങനെ കിടന്നാൽ മതി. ഇത് പിന്നെ കസ്തൂരി മഞ്ഞൾ, സാൻഡൽ പൗഡർ ഒക്കെ ഫേസിന് പറ്റിയ സംഭവങ്ങളാണ്. സാൻഡൽ പൗഡർ വരുന്നുണ്ട്, മൾട്ടാണി മിട്ടി, പിന്നെ പപ്പായ, ബീട്രൂട്ട്, ഓറഞ്ച്, ഇതെല്ലാം റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇൻഡിഗോ ആൻഡ് ഹെന്ന പൗഡർ ആണ് വരുന്നത്. ഡൈക്ക് ഉള്ളതാണത്. ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. പിന്നെ മില്ലറ്റ് ഐറ്റങ്ങൾ വരുന്നുണ്ട്. ഹെൽത്ത് മിക്സ് പറഞ്ഞിട്ടുള്ളതാണത്. അപ്പം അത് നമുക്ക് അപ്പമായിട്ടും ദോശയായിട്ടും ഒക്കെ കഴിക്കാം. എല്ലാം മില്ലറ്റും അടങ്ങിയിട്ടുള്ളതാണ്. ചാമ, വിരക്, നവര അങ്ങനെ എല്ലാം മില്ലറ്റും വരുന്നതാണ്. അതിൻ്റെ തന്നെ പുട്ടുപൊടി വരുന്നുണ്ട്. പിന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചാമക്കുട്ടൊക്കെ നല്ലതാണ്. അവർക്ക് ചാമ അരി വരുന്നുണ്ട്. മില്ലറ്റ് ഐറ്റംസ് വരുന്നുണ്ട്. കുട്ടികൾക്ക് കാണുന്നുണ്ട് നവര റൈസ് നല്ലതാണ്. പിന്നെ തേൻ ഐറ്റംസുകൾ പറഞ്ഞത് ഇവിടെ ഏതൊക്കെ? തേന് കാട്ടുതേൻ വരുന്നുണ്ട്, ചെറുതേന്, മൺപുറ്റുതേന്. അതൊന്ന് കാണിക്കാം. ഇതാണ് കാട്ടുതേൻ വരുന്നത്. വലിയ ഈച്ചയുടെ തേനാണ് വരുന്നത്. പിന്നെ കൊമ്പുതേൻ എന്ന് പറഞ്ഞിട്ട് ചെറുതേൻ വരുന്നുണ്ട്. പിന്നെ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു തേനാണിത്. നമ്മുടെ തറയുടെ ഒക്കെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. മൺപുറ്റുതേന് പറയും, പുറ്റുതേൻ എന്നാണ് പറയാം. പിന്നെ ഉള്ളത് വളർത്തുതേന് പറഞ്ഞിട്ടാണ്, ഈ ബോക്സ് വെച്ച് വളർത്തുന്ന തേനാണ് വരുന്നത്. അങ്ങനെ 4 ഐറ്റം തേനാണുള്ളത്. ഇത് 1.5 kg ആണ് 400. ഇനി മൺപുറ്റുതേനാണെന്നുണ്ടെങ്കിൽ 2800 വരുന്നുണ്ട്. മറ്റേ കൊമ്പുതേന് പറഞ്ഞത് 1800 വരും. കാട്ടുതേനാണെന്നുണ്ടെങ്കിൽ 780 വരും. 1 kgയുടെ റേറ്റ് ആണ്. അത് 1/2 kg, 1/4 kg കിട്ടും.
ഇത് ഈ ചെറിയ ബോട്ടിലുള്ളത് തേൻ തന്നെയാണോ? ആ തേനാണ്. ഇതാണ് ആ കാട്ടുതേന് വൻതേന് പറഞ്ഞ അതിന്റെ 1 kg, 1/2 kg, 1/4 kg. അതേപോലെ തന്നെ ചെറുതേന് കുമ്പത്തേന് പറഞ്ഞ അങ്ങനെ ബോട്ടിലായിട്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് കൊറിയർ അയച്ചു കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. ഇവിടെ വേറെയും പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. തേൻനെല്ലിക്ക, അതുപോലെ തന്നെ ചെറി, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടോ, സ്കോഷിൻ്റെത്, നറുനീടി സർവത്ത്, നെല്ലിക്ക, മാംഗോ, ഗ്രേപ്സ്, ഗ്രീൻ ആപ്പിൾ, അങ്ങനെ ഒരുപാട് സ്കോഷുകൾ വരുന്നുണ്ട്. ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ, അതുപോലെ തന്നെ സോപ്പുകൾ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു അട്ടപ്പാടിയിൽ വരുന്ന ആളുകൾ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക്